ഹലോ, ഞാൻ മേഴ്സി എഡ്വിൻ. എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിക്കൻ പീസ് ഇരിപ്പുണ്ട്. ചില്ലി ചിക്കനാണ് ചെയ്യാൻ, സ്പൈസി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ബോൺലെസ് എടുക്കാം, അല്ലെങ്കിൽ ബോണോട് എടുക്കാം, ഇഷ്ടമുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇടുമ്പോഴത്തേക്ക് ചെറുതായിട്ടുള്ളൊരു എല്ലും കഷ്ണമൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1 ടീസ്പൂണിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുപോലെ 1/2 ടീസ്പൂണിനകത്ത് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, സോയ സോസാണ് 1 ടീസ്പൂൺ. എല്ലാം നമുക്കൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാമേ. എനിക്ക് ചിക്കനിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ചില്ലി ചിക്കനാണ്. ഞാൻ വല്ലപ്പോഴും കൂടിയൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യം ചോദിക്കുന്നത്. ചില്ലി ചിക്കനാണ് മേടിക്കുന്നത്. കാരണം ഒരു പ്രത്യേക ടേസ്റ്റ്. 2 തരത്തിൽ ചെയ്യാം. ഗ്രേവി ആയിട്ട് ചെയ്യാവുന്നുണ്ട്, ഡ്രൈ ആയിട്ട് ചെയ്യാവുന്നത്. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് ചെയ്യുന്നത് വെച്ചാൽ 2 ടീസ്പൂൺ കോൺഫ്ലവറാണ്, കുറവുണ്ട്. പിന്നെ അതുപോലെ 1 മുട്ട അടിച്ചാണ് കുറച്ച് മാറ്റിയിട്ടുണ്ട്. 1 മുട്ട ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, കുഞ്ഞാണെങ്കിൽ അത് മതി. അപ്പം ഇതും കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊരു സെറ്റാവാൻ വേണ്ടി നമുക്ക് 20 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാമേ. നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ സമയം കഴിഞ്ഞ് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായി. ഭാഗമായിട്ടിട്ട് ഫ്രൈ ചെയ്യാനാണ് നോക്കുന്നത്. പരന്ന പാത്രമാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാം. നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഏതിൻ്റെ കൂടെ, റൈസിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും ഏതിൻ്റെ കൂടെ ആയിരുന്നാലും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാ റെസിപ്പീസും ഒന്ന് ചെക്ക് ചെയ്യണേ. യൂട്യൂബിൽ കയറി അഭിപ്രായങ്ങൾ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എല്ലാവരും. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വറുക്കേണ്ടത്. അപ്പോൾ അതിനകത്താണ് തിരിച്ച് മറിച്ച് നല്ല അകത്ത് ഭാഗം വേവണം, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തിട്ട് കാണിക്കാണ്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് വളരെ ചെറിയ പീസാണ്. എനിക്ക് ചെറിയ പീസ് നമ്മൾ സ്പൂൺ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇതുപോലെ ചെറിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കുറച്ചും കൂടെ വലുതായിരിക്കും തരുന്നത്. പിന്നെ ഇതുപോലെ ഇത്രയും നല്ല വേവിച്ചെടുക്കില്ല, ഒരുമാതിരി വേവിക്കാത്താണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ ഈ രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് വേവിച്ചിട്ട് അങ്ങനെ എടുക്കാം. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമേ. അടുത്ത പാൻ വെച്ച് കുറച്ച് എണ്ണ, ഈ സെയിം എണ്ണ തന്നെ മതി, കുറച്ച് അരിച്ചെടുക്കുക. ഇതിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, 2 പച്ചമുളക് എടുത്തു. എൻ്റെ വീട്ടിൽ പിടിച്ച പച്ചമുളകാണ്, പക്ഷേ എരിവ് കുറവാണ്. ഞാൻ 2 എടുത്തു. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ശേഷം സവാള ചെറുതായിട്ട് നുറുക്കിയത്. എല്ലാം ഒന്ന് നമുക്ക് സോട്ട് ചെയ്യാം. കളറൊക്കെ ഒരുപാട് നല്ല ചേഞ്ചായി വരണം അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഒരു വെന്ത് വന്നാൽ മതി. തീ കുറയ്ക്കുക. ഇതിൽ സോയ സോസാണ് 1/2 ടീസ്പൂണാണ്, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ചിലർക്കാണെങ്കിൽ ഒരുപാട് കളറ് മാറി വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം. പിന്നെ ഇതിനകത്ത് ചില്ലി സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസാണ് 1.5 ടീസ്പൂണുണ്ട്. പിന്നെ ഇതിനൊപ്പം തന്നെ ലേശം, അതായത് 1/2 ടീസ്പൂൺ വിനിഗർ. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന്
ഇപ്പോൾ സോസൊക്കെ ഇട്ടതുകൊണ്ട് ഉപ്പ് നമ്മൾ ചിക്കനകത്ത് ഇട്ട് നമുക്ക് ഇതായിട്ട് ലാസ്റ്റ് വരുന്ന സമയത്ത് നോക്കിയാൽ മതി. നമുക്ക് ഈ ചിക്കൻ ഇടാം. തീ കൂട്ടി വയ്ക്കുക. ഈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ലാസ്റ്റ് സമയത്ത്. ഇതെല്ലാം ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ആക്കണം. ഇതിൽ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, നമ്മൾ ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് വെച്ചിരുന്നതാണ്. അറിയുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്യൂബ്സ് വെക്കാനായിട്ട്. എന്നിട്ടിങ്ങനെ ഇളക്കിയിട്ടാണ് ഇതുപോലെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം സോറി സവാളയാണ് ഇടുന്നത്. ക്യാപ്സിക്കം ഗ്രീൻ കളർ 3 കളറുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ഈ ടൊമാറ്റോ അതിൻ്റെ തോലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ക്യാപ്സിക്കം ഒന്ന് വിചാരിക്കാം. ടൊമാറ്റോ സോസ് ഇട്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ കളപ്പൊന്നും വേണ്ട. പിന്നെ ഒരു കളർഫുൾ ആവാൻ വേണ്ടി കൂടിയാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ റിങ് ഒന്നിനാണ്. നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ എരിവില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ കറികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കാം. ഈ സമയത്ത് ഇങ്ങനെ എടുക്കാം ഡ്രൈ ആയിട്ട്. അല്ല ഒരു ശകലം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരു ലേശം ഗ്രേവി വയ്ക്കാൻ തയ്യാറാക്കി വെച്ചേക്കാണ്. അതായത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒഴിക്കാനായിട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ കലക്കിയിട്ട് വേണം. ഇതിൻ്റെ അതിനടിയിലെല്ലാം ഇങ്ങനെ പിടിക്കും. അപ്പം ഫ്ലെയിം ഞാനിപ്പോൾ കുറച്ച് വെച്ച് കൂട്ടി വയ്ക്കുകയാണ്. വയ്ക്കുക. ഒരു ലേശം കൂടുതലല്ല, ഒരു സെമി ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് എടുക്കാനാണ്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത്. തയ്യാറാക്കി വെച്ചിരുന്ന എളുപ്പമാണത്. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലെടുത്ത് രാവിലെയൊക്കെ ഉണ്ടാക്കാം. ടിഫിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ സാലഡും ഒക്കെ ആയിട്ട് സൂപ്പറാണ്. അതുപോലെ ബൺ, ബ്രെഡ് എന്നോടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജോലി കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഉപ്പ് നോക്കി ഉപ്പൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ഗ്യാസ് നമുക്ക് സെർവ് ഡിഷിലേക്ക് മാറ്റാമേ. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പമല്ലേ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പം അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.